ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിലേക്ക് ഏറ്റവും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. അതെ, ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തെ തൊടുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു വചനമാണിത്. തീർച്ചയായും അതിന്റെ ശക്തി, അതിലെ ആ സമർപ്പണം, അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ആ വാക്യമൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുമല്ലോ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാനായി കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഉറച്ച വാക്കുകളാണ് അല്ലേ? അതെ, പൗലോസിന്റെ ആ ഒരു ദൃഢനിശ്ചയം. അതെ, മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കഷ്ടതകളുണ്ടാകും, ബന്ധനങ്ങളുണ്ടാകുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും പറയാണ്, എൻ്റെ ജീവനേക്കാൾ വലുതല്ലാതൊന്നും. ശരിയാണ്. ആ ദൗത്യം, കർത്താവേൽപ്പിച്ച ആ ഓട്ടം പൂർത്തിയാക്കണം, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം, അതുമാത്രം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ്? പലപ്പോഴും നമ്മൾ എന്താ പറയാ, നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ നേട്ടങ്ങൾ, അതിനൊക്കെ പിന്നാലെ പോകും. പക്ഷേ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതല്ല. ക്രിസ്തു നമുക്ക് തന്ന ആ ലക്ഷ്യം, ആ ശുശ്രൂഷ, അതാണ് ഏറ്റവും പ്രധാനം. അതെ. ഇനി എന്താണ് ഈ ദൈവകൃപയുടെ സുവിശേഷം? ചുരുക്കത്തിൽ അത് നമ്മളെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി യേശു വന്നതും മരിച്ചതും ഉയർത്തതും. അതിലൂടെ നമുക്ക് കിട്ടുന്ന പാപക്ഷമ, ഒരു പുതിയ ജീവിതം. കൃത്യമായി. ആ ഒരു പ്രത്യാശ, ഒന്നിനും തകർക്കാൻ പറ്റാത്ത ഒരു ഭാവി, ഇതിന്റെ ഒക്കെ ഒരു ആകത്തുകയാണ് ആ സുവിശേഷം. പൗലോസ് തന്നെ അതിന്റെ വലിയൊരു തെളിവാണ്. ശരിയാണ്. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ നടന്ന ആള് അതേ കൃപ അനുഭവിച്ചപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. അപ്പോ ഈ വചനം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തീരുമാനമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, നമ്മുടെ പേടികൾ, ചിലപ്പോൾ നമ്മുടെ അഹങ്കാരം, അതൊക്കെ മാറ്റിവെക്കണം. എന്നിട്ട് ദൈവം പറയുന്ന വഴിയിലൂടെ നടക്കണം. എന്റെ ജീവിതം എനിക്കല്ല, ദൈവത്തിനാണ് എന്നൊരു തീരുമാനമെടുക്കണം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഓട്ടം എങ്ങനെയാണ്? ആ ഒരു പൂർണ്ണ സമർപ്പണം അതിലുണ്ടോ? മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം, ഈ സുവിശേഷം എത്തിക്കാൻ നിങ്ങളുടെ സൗകര്യങ്ങൾ, നിങ്ങളുടെ പേടികൾ ഒക്കെ മാറ്റിവെക്കാൻ അതിന് തയ്യാറാണോ? ഇത് നമ്മൾ പെർഫെക്റ്റ് ആകണം എന്നല്ല പറയുന്നത്. തെറ്റുകൾ പറ്റാം, വീഴ്ചകളുണ്ടാകാം. പക്ഷെ നമ്മുടെ ലക്ഷ്യം അത് ദൈവകൃപയിൽ ഉറച്ചതായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് കാണിക്കണം. ദൈവകൃപ മാത്രം മതി. അതെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളറകളെ അറിയുന്നവനാണല്ലോ. ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. കർത്താവേ, അപ്പോസ്തലനായ പൗലോസിന്റെ ഈ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നതിന് നന്ദി. സ്വന്തം ജീവനേക്കാൾ വലുതായി അവിടുത്തെ ദൗത്യം കണ്ട് ആ ഒരു ധൈര്യം, ആ തീക്ഷ്ണത, അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ ഓട്ടത്തിൽ പലപ്പോഴും ഞങ്ങൾ സ്വാർത്ഥരാകാറുണ്ട്, ഞങ്ങളുടെ സുഖം നോക്കാറുണ്ട്. അതൊക്കെ മാറ്റി പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കാൻ, അങ്ങയുടെ ശക്തിയിൽ ഞങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നോട്ട് വലിയുന്ന സ്വഭാവം ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. സുഖമുള്ളപ്പോൾ മാത്രം അങ്ങയെ ഓർക്കുന്ന അവസ്ഥ മാറ്റണമേ. ക്ഷമിക്കണമേ തമ്പുരാനെ. അങ്ങയുടെ സത്യത്തിനു വേണ്ടി നിൽക്കാൻ ഒരു ധൈര്യം തരണമേ. യേശുവിന്റെ കഥ, ആ സ്നേഹത്തിന്റെ കഥ മറ്റുള്ളവരോട് പറയാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മാറ്റം വരുത്തുന്ന ശക്തിയുടെ ഒരു ജീവനുള്ള സാക്ഷ്യമായി മാറട്ടെ. ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഓർക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ വയ്ക്കുന്നു. അവർക്ക് സമാധാനം നൽകണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. രോഗികളുണ്ടെങ്കിൽ സൗഖ്യമാക്കണമേ. ഭവനങ്ങളിൽ സ്നേഹവും ഐക്യവും നൽകണമേ. അങ്ങയുടെ വലിയ സാന്നിധ്യം അവർ ഓരോ നിമിഷവും അനുഭവിക്കട്ടെ. എല്ലാ പ്രാർത്ഥനയും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഈയൊരു ചിന്തയിലും പ്രാർത്ഥനയിലും ഞങ്ങളോടൊപ്പമായിരുന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതാവുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.